ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ മഹത്വം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ഉൾച്ചേരാനുള്ള നമ്മുടെ ഈ യാത്ര ഈശോയെ ഏറ്റവും അധികം ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന കാര്യം, കുഞ്ഞുമക്കളെ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ്: ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ അനേകം കേൾക്കാറുണ്ട്, ഒത്തിരി പേര് അതേറ്റു പറയാറുണ്ട്. എന്നാൽ അനുദിന ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ദൈവം സ്നേഹമാണ് എന്ന് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, എത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് ഓരോ നിമിഷവും നമ്മൾ നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും എത്ര കണ്ട് മാനസിക സമ്മർദ്ദങ്ങളെ മറന്നു കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ബോധപൂർവം അവയെ തള്ളിക്കളഞ്ഞിട്ടോ ആണ് സന്തോഷത്തിൻ്റെ സമയങ്ങളെ നമ്മൾ അനുഗമിക്കുക. നല്ല കാര്യം വേണം എന്ന് നമ്മുടെ മനസ്സിനെ ബോധപൂർവം ഓർമ്മിപ്പിച്ചിട്ടാണ് ദുഃഖത്തിൻ്റെ കാലങ്ങളെ, സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് ദൈവം സ്നേഹമാണെന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? ആളുകൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിക്കുന്നത് കൊണ്ടോ ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്നേഹമായി രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവരെ, ആ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടെത്താതെ നമ്മുടെ അനുദിന ജീവിതം നമുക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളുടെ അപ്പനോ അമ്മയോ കുടുംബത്തിൽ നമ്മളെ പരിപാലിക്കുന്ന, വളർത്തുന്ന സമയത്ത് എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്ന ഒരപ്പനിൽ അല്ലെങ്കിൽ എപ്പോഴും ഒരു പരിഗണിക്കാതെ പെരുമാറുന്ന ഒരമ്മയിൽ എങ്ങനെയാണ് നമുക്ക് സ്നേഹം കണ്ടെത്താൻ കഴിയുക? അങ്ങനെ സ്നേഹം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് കഴിയുക? ദൈവം ഇതുപോലെ ദേഷ്യത്തോട് പെരുമാറുന്നില്ല. ദൈവം എപ്പോഴും നമ്മളെ അംഗീകരിക്കാതെയും പെരുമാറുന്നില്ല. അനുദിന ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് വേഗം മനസ്സിലാകുന്നത് കൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ദൈവം നമ്മെ വേദനിപ്പിക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഏറെയാണ്. ഇതിനിടയ്ക്ക് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. അല്ലെങ്കിൽ ദൈവം സ്നേഹമാണ് എന്നത് നമ്മുടെ ജീവിതമായിട്ട് അകന്നു നിൽക്കുന്ന എന്തോ ഒരു ചിന്ത പോലെ ആയിപ്പോകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ സമീപിക്കുന്നതായിരുന്നിട്ടും ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നതും വലിയ വേദനയാണ്. ഏറെ സ്നേഹിക്കുന്ന ഒരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് ആരുമില്ലാത്തതുപോലെ ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ നഷ്ടമായിരിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവം സ്നേഹമാണ് എന്ന രഹസ്യം യോഹന്നാൻ ശ്ലീഹ പങ്കുവച്ചിട്ടും അനേകം വിശുദ്ധർ അത് ആവർത്തിച്ചിട്ടും ഈ 2025 നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ പോവുക എന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 4-4.5 മാസം. ആ നാളുകളിൽ, അതിനു മുമ്പുള്ള സാഹചര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ ആഴം വ്യക്തമാകും. 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചാൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെ, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷ മേഖലയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. മറ്റൊരു മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ലാത്തതുപോലുള്ള ഞെരുക്കങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി ഒത്തിരിയേറെ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു സാഹചര്യം. അവസാനം
പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥന എനിക്ക് വെറുപ്പുളവാക്കുന്ന ഒരു സാഹചര്യമായി മാറി. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഇതുപോലെ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ചാലേ നടക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല. കാരണം വ്യഭിചാരം ചെയ്യുന്നവനും കൊലപാതകം ചെയ്യുന്നവനും മദ്യപിക്കുന്നവനും അല്ലെങ്കിൽ തിന്മയിൽ വ്യാപരിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ പറ്റുന്നത്ര മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചിട്ട് ജീവിതത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഇനി എന്തിനാണ് ഇങ്ങനെയൊരു പ്രാർത്ഥനാ ജീവിതം എന്ന് ചിന്തിച്ച് പ്രാർത്ഥന അവസാനിപ്പിച്ച 4 മാസങ്ങൾ. ആ 4 മാസങ്ങളിൽ കൂദാശകൾ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞാൻ മാറി നിന്നു. ഒരു നന്മ നിറഞ്ഞ മറിയമേ പോലും ചൊല്ലാത്ത സമയങ്ങളായിരുന്നത്. കാരണം അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, അതിനേക്കാൾ ഭേദം കുറയ്ക്കണ പട്ടിയാണ് എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം. എന്നാൽ സഭാപ്രസംഗൻ പറഞ്ഞതുപോലെ ഒരു കാര്യം ഹൃദയത്തെ സൂക്ഷിച്ചിരുന്നു. ജ്ഞാനത്തിൽ നിന്ന് ഹൃദയം മാറ്റാതെ സുഖഭോഗങ്ങളെ അന്വേഷിക്കാൻ സഭാപ്രസംഗൻ ചിന്തിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവം നയിക്കുന്ന വഴികളിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോടുള്ള ഒരു ബന്ധം മാറ്റാതെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ജോലി മാറ്റിവെച്ചു. ആ സമയങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏറെ പ്രാർത്ഥിച്ചാൽ മാത്രമേ സംഭവിച്ചു പോകുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഗുണങ്ങളെക്കാളേറെ കാര്യങ്ങൾ ആ പ്രാർത്ഥിക്കാതിരുന്ന നാളുകളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, ദൈവം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തിത്തരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അധ്വാനിച്ചാൽ അതിന് ഗുണവും ഉണ്ടാകും. ഒരു പിതാവ് എന്ന നിലയ്ക്ക് ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നടത്തിത്തരും, അവിടുന്ന് നമ്മളെ പരിപാലിക്കും. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല, മറിച്ച് അത് അവിടുന്ന് നമ്മുടെ പിതാവായിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ അവിടുത്തെ മക്കളായതുകൊണ്ടുമല്ല, മറിച്ച് അപ്പൻ എന്ന സ്ഥാനം അവിടുത്തെ മനസ്സിലുള്ളതുകൊണ്ട് മക്കൾക്ക് അവിടുന്ന് ആ സ്ഥാനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമ്മൾക്ക് എല്ലാം ചെയ്തു തരുന്നു. നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അതായത് മുൻപ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധമില്ലാത്ത ഒരാളോട് നമ്മൾ കാര്യങ്ങൾ പറയണത് പോലെ അല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോട് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒന്നായി തീരണം നമ്മുടെ പ്രാർത്ഥനകൾ. അങ്ങനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന തലം അല്ലെങ്കിൽ ആ രീതി കൂടെ നമുക്ക് മനസ്സിലായാലാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. മറ്റൊരുവൻ എന്തെങ്കിലും ഗുണമുണ്ടാകുന്നത് കൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അവിടുന്ന് എന്നോട് പെരുമാറുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ നല്ല ഭാവി ഓർത്തിട്ടാണ്. അതായത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ചെറുപ്പത്തിൽ അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതും ഒക്കെ അവർക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ടോ ഇപ്പോൾ കഞ്ഞി തനിയെ എടുത്ത് കുടിക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ല, മറിച്ച് അവർക്ക് നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവിക്ക് വേണ്ടി ഇപ്പോൾ നമ്മളിതെല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നത് അവരുടെ തിന്മകളെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ അറിവില്ലായ്മയിൽ അവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും എന്തുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം വ്യക്തമാണ്.
അത് നമ്മൾ നിഷേധിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മളിപ്പോഴത് സാധിച്ചു കൊടുത്താൽ അവരുടെ നല്ല ഭാവിയെ അവർ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് നശിപ്പിച്ചു കളയും. അപ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് ചില സമയങ്ങളിൽ വേദനയായി തീരുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചില തടസ്സമായി മാറുന്നു എന്ന് മാത്രം. അല്ലാത്ത എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നതിൽ കൂടുതൽ നമ്മൾ അവർക്ക് നൽകുന്നുമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹവും നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ നിത്യജീവനെ പരിഗണിക്കുമ്പോൾ ഈശോയിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത്, അവിടുന്ന് നമ്മോട് സംസാരിക്കുന്ന, അവിടുന്ന് നമ്മോട് ഇടപെടുന്ന ചില കാര്യങ്ങളിൽ സ്നേഹം കണ്ടെത്താൻ പ്രായോഗികമായി പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഒത്തിരി അധ്വാനിക്കുന്നു, നമ്മുടെ പ്രവൃത്തികൾ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുന്നു. നമ്മളൊത്തിരി നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്നു, കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നു. ഒത്തിരിയേറെ ആത്മാർത്ഥമായി സഹിക്കുന്നു, എന്നിട്ടും നമ്മൾ നിഷേധിക്കപ്പെടുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, എന്നിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഇവിടെ എല്ലാം നമ്മളെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയം ചേർക്കാനുള്ള ഒരു വിശദീകരണം നമ്മിൽ രൂപപ്പെടുത്തിക്കൊണ്ടാണ്. 18 വയസ്സുള്ള ഒരു മകൻ അമ്മയോട് ഒരു സൂപ്പർ ബൈക്ക്, അപ്പനോട് ഒരു കാറ് ചോദിക്കുമ്പോൾ, അപ്പൻ നിനക്ക് 22 വയസ്സാകട്ടെ, ഇനിയും 4 വർഷം കൂടെ നീ കാത്തിരിക്കുക, ഇത്രയും നീ കാത്തിരുന്നല്ലോ, ഇനിയും 4 വർഷം കൂടെ കാത്തിരിക്കുക, ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നത് അവന് ഈ 18 വയസ്സിൽ ഒരു വേള അവന് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കില്ല, മറിച്ച് അപ്പൻ്റെ അധികമായ സ്നേഹം കൊണ്ട് ഇത്രയും നീ കാത്തിരുന്നു, കുറച്ചുകൂടെ നീ കാത്തിരിക്കുക, നിനക്ക് നല്ല കാര്യം ഞാൻ തരാം, അല്ലെങ്കിൽ ഇപ്പോൾ റോഡിലെ സാഹചര്യം അല്ലെങ്കിൽ നിന്റെ ശേഷി ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് നീ നിന്റെ ജീവിതം നശിപ്പിച്ചേക്കാം എന്ന ഒരു അധികമായ കരുതലുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ദൈവം ചില കാര്യങ്ങൾ നിഷേധിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മുടെ നിത്യജീവനെ നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ കൊണ്ട് ഇഗ്നോർ ചെയ്യുന്നു, അതിന് എതിരായി പോകുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം തടസ്സം നിൽക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ അറിവില്ലാതെ അവിവേകമായി പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുവായ പിശാച് നമ്മുടെ ജീവനെ നശിപ്പിക്കാൻ വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് കൂടെ പരിഗണിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമുക്ക് നൽകില്ല. കാരണം നമ്മുടെ ശ്രദ്ധ മാറ്റി അവൻ നമ്മെ അപകടങ്ങളിൽ വീഴ്ത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദൈവം നമ്മുടെ ജീവിതത്തിന് എപ്പോഴും സ്ഥായിയായ നന്മ, നിരന്തരം നിലനിൽക്കുന്ന നന്മ നൽകുന്ന ഒരാളാണ് എന്ന് ജീവിതത്തിൽ നിന്ന് എപ്പോഴാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ മുതലാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടോ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ടോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ വാഗുകൊണ്ട് സംസാരിക്കുമായിരിക്കാം, എന്നാൽ അത് ഹൃദയം കൊണ്ട് എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരും, ചില സമയങ്ങളിൽ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരും. ആ സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ സന്തോഷം മാറിയിട്ട് വേദന വീണ്ടും വരും. ദൈവത്തിന് എന്നോട് എന്തെങ്കിലും സ്നേഹക്കുറവുണ്ടോ എന്ന് തോന്നുകയും ചെയ്യും. ദൈവം സ്നേഹിക്കുന്ന വഴി എപ്പോഴാണോ നമുക്ക് മനസ്സിലാകുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടും, ഇവയിൽ ദൈവം നമ്മോട് സ്നേഹിക്കുന്ന ഭാഷ കിടക്കുന്നുണ്ട്, ദൈവം നമ്മോട് സ്നേഹിക്കുന്ന സംസാര രീതി അതിൽ കിടപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മുതൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആനന്ദം നമുക്കെപ്പോഴും സ്ഥായിയായി നിലനിർത്താനായിട്ട് കഴിയും. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ്, എപ്പോഴാണോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്, അപ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ കഴിയുക. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ
ഗുണം എന്ന് പറയുന്നത് എല്ലാം രഹസ്യാത്മകമോ അല്ലെങ്കിൽ വിശ്വാസപരമോ ആയ കാര്യങ്ങളാണ്, മെറ്റീരിയലൈസ്ഡ് ആയ കാര്യങ്ങളല്ല. നമ്മൾ കുർബാനയ്ക്ക് പോകുന്നു, നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് സാധനമാണ് നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് വരാൻ ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടുക? ഒന്നുമില്ല. നമ്മൾ കുർബാന സ്വീകരിച്ചു, ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് അത് നമ്മുടെ നാവിലേക്ക് വന്ന് ഉമിനീരോട് ചേരുമ്പോൾ അത് അലിഞ്ഞു പോകുന്നു. അതും നമുക്ക് ഒരു കണ്ണാടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ചീപ്പായിട്ടോ പോട്ടെ, ഒരു കൺമഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു പല്ല് തേക്കുന്ന പേസ്റ്റായിട്ടോ പോലും കൂടെ കൊണ്ടുവരാൻ, കണ്ണിൽ കാണാൻ ഒന്നുമില്ല. നമ്മുടെ ആത്മാവിൽ അത് അലിഞ്ഞു ചേർന്നു. കൃപാവരങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്നത്, വരദാനങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്നത്, പ്രസാദവരം തരുന്നത് പോക്കറ്റിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല, നമ്മുടെ ചാക്കിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പോയി നിൽക്കുന്ന സമയത്തല്ലാതെ മറ്റുള്ള സമയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ച പലപ്പോഴും അന്ധമായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് വിശ്വാസം ജീവിക്കുന്ന നമുക്ക് വിശ്വാസം യഥാർത്ഥത്തിൽ ജീവിക്കാൻ പ്രത്യാശ കിട്ടുക. അല്ലെങ്കിൽ ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും നിരാശയിൽ കഴിയുന്ന ആളുകളെ പോലെ നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകണം ദൈവം സ്നേഹമാണ് എന്ന്. പൗലോസ്ലീഹ തൻ്റെ ശുശ്രൂഷ പരിധിയിൽ വരുന്ന ആളുകളുടെ അടുത്ത് ഇടയ്ക്ക് ആവർത്തിക്കുന്ന കാര്യമാണ്, കുഞ്ഞുമക്കളെ, ദൈവം സ്നേഹമാണ് എന്ന് നിങ്ങൾ ഇനിയും രുചിച്ചറിഞ്ഞിട്ടില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരും, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരും. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ രീതിയിൽ കഷ്ടപ്പാട് സഹിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നാളെ ഇതിനേക്കാൾ വലുതുണ്ടാവും. ഇങ്ങനെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളുടെയും വേദനകളുടെയും ഇടയ്ക്ക് ദൈവം സ്നേഹമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാകും എന്ന് വരില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നിത്യജീവന് നമ്മളെ ഒരുക്കിക്കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾക്ക് സഹനങ്ങൾ നൽകുന്നത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തോട് നമ്മൾ ചേർക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അമ്മ ചില കാര്യങ്ങൾ നിഷേധിക്കുന്നത് അമ്മയുടെ ഉദ്ദേശത്തിലേക്ക് മകൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ നോക്കുന്നുണ്ട്, ഇനി മകനും കൂടെ അതിലേക്ക് നോക്കണം. അതിനുവേണ്ടി അമ്മ അവനെ ചില സഹനങ്ങളിലൂടെ വിടുക. ഇതുപോലെ തന്നെ ദൈവവും ദൈവത്തിൻ്റെ ഹൃദയഭാവത്തിലേക്ക് നമ്മുടെ ഹൃദയം ചേർക്കാൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിഷേധിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുദിന ജീവിതത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നിട്ടും ആരുമില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ആ ദൈവത്തെ കണ്ടെത്താൻ കഴിയാതെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കാം. ഈ നോമ്പിൻ്റെ 2-ാം വാരത്തിൽ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പം സ്നേഹിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന വഴികളിൽ മനസ്സിലാക്കിക്കൊണ്ട് തിരികെ സ്നേഹിക്കാനുള്ള ഒരു അഭിഷേകം അവിടെ നമുക്ക് തരട്ടെ. അവിടെ നമ്മുടെ കണ്ണ് തുറക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.